തട്ടുകടയിലും ഉത്സവ പറമ്പുകളിലൊക്കെ കിട്ടുന്ന നല്ല മുരിഞ്ഞ കോളിഫ്ലവർ ഫ്രൈ കഴിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അവിടെയൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാമെന്നേ. വളരെ സിമ്പിളാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വെറും 10 മിനിറ്റിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. മീഡിയം സൈസുള്ള കോളിഫ്ലവർ ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ഭാഗങ്ങളാക്കിയിട്ട് അടർത്തിയെടുക്കാം. വളരെ ചെറിയ കഷ്ണങ്ങളല്ല കേട്ടോ, കുറച്ച് വലുപ്പമുള്ള പീസസ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് കാണാനും കഴിക്കാനും നമുക്ക് നല്ല ഭംഗി തോന്നുക. ഇനി ഇത് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അടർത്തിയെടുത്തിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് അതിന് ശേഷം ഊറ്റി വെക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മൈദാപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല കളർ കിട്ടും. വേറെ നമ്മൾ പ്രത്യേകം റെഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 കോഴിമുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി കൈവച്ച് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചു വരുന്നതാണ്. ഇനിയൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മറുഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് വെന്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 8 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നമ്മളിങ്ങനെ ചതച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അതേമാതിരി ടേസ്റ്റും ഇരട്ടിയാകും കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റിയെടുക്കാം. 2 വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് നേരം എണ്ണയിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ ഒരു കയ്പ്പ് രസം വരുന്ന മാതിരി ഉണ്ടാകും. അപ്പം നമ്മൾ 2 വശവും പാകത്തിന് വെന്ത ശേഷം കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മീനും ഇറച്ചിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതേമാതിരി കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേമാതിരി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മുരിഞ്ഞ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണിത്.
നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.